ഇന്നപ്പോൾ നമ്മുടെ കോളേജിലെ യൂണിയൻ ഇനോഗ്രേഷൻ ആണ്. അപ്പം നമ്മുടെ ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ കോണ്ടന്റ് ക്രിയേറ്ററായ അഭികൃഷ് ആളുടെ അമ്മയായിരുന്നു. ആളുടെ അമ്മ ഞങ്ങളുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയൊക്കെ ആയിരുന്നേ. സ്റ്റേജിൽ വലിയ കാര്യത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തി അവിടെ ഇരുന്ന് റീല് കാണുമോ. അങ്ങനെ നമ്മുടെ യൂണിയന്റെ പേരൊക്കെ റിവീൽ ചെയ്ത് പിന്നെ നമുക്ക് ഈ വട്ടം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പൊസിഷൻസ് വന്ന ആൾക്കാർക്ക് മെഡലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്രിയയ്ക്കും ഒരു മെഡൽ ഉണ്ടായിരുന്നു. രാവിലെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ജേഴ്സി ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ വേറെ ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ച് നമ്മൾ ഒരു ഫ്രണ്ടിന്റെ ഹോസ്റ്റലിൽ പോയി അവളുടെ ഡ്രസ്സ് എടുത്തേ. പക്ഷെ ഞാനത് ഇട്ടില്ല. പരിപാടി 2:30 പിന്നെ ഞങ്ങൾ റെസ്റ്റ് റൂമിൽ വന്ന് കുറച്ച് ഇരുന്നിട്ട് പരിപാടിക്ക് പോയി. അങ്ങനെ കോളേജിലെ പരിപാടി 4:30 കഴിഞ്ഞെങ്കിലും ഞങ്ങൾക്ക് 5 മണിക്കാണ് പ്രാക്ടീസ് ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചുമ്മാ ഇരിക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ സ്വന്തം സാന്ദ്ര കല്ലൂസ്. ഗൈസ്, ഞങ്ങളുടെ കോളേജിൽ നിന്ന് യൂണിയൻ ഇനോഗ്രേഷൻ ആയിരുന്നു. അഭികൃഷ് വ്ലോഗാണ്, ആ വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ് വന്നത്. അത് ഞങ്ങൾ ഫോം പാർട്ടി അങ്ങനെ ഫോം പാർട്ടി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡെഡിക്കേഷൻ നിങ്ങൾ ആലോചിക്കണം. 4:30 ഫോം പാർട്ടി കഴിഞ്ഞു. 5 മണി ലൈനപ്പ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ പ്രാക്ടീസ് കഴിഞ്ഞ് 6:30 6:30 ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. 6:30 ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ 7:00 പിന്നെ ഒരു ഫാസ്റ്റ് പോലും നിർത്തി തരത്തില്ല. ബസ്സിന്റെ കാര്യം എന്താണ് പറയാനുള്ളത്? എന്നാലും ഓർഡിനറി ഇല്ല. ഇത് ഭയങ്കര മോശമാണ്. ഞങ്ങൾ ഇതിന് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ബസ് കയറാൻ വേണ്ടി കോളേജ് ജംഗ്ഷനിൽ പോയി നിന്നു. കുറേ നേരം നിന്നിട്ടും ബസ്സൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു അങ്ങോട്ട് വിടാമെന്ന്. അങ്ങനെ പിന്നെ അവൻ്റെ കൂടെയാണ് സ്റ്റാൻഡ് വരെ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നടന്ന് വീട്ടിൽ പോയി. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.